അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. യെസ്, നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നതാണ്. ഇൻ ദ സെൻസ് പറയുകയാണെങ്കിൽ കുറച്ച് ബിസി ഇൻ ദ സെൻസ് നമ്മൾ പഠിപ്പിൻ്റെയും പിന്നെ യാത്രകളും അങ്ങനത്തെ കുറച്ചധികം ബിസിയിൽ പെട്ടതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കാരണം പറ്റാതിരുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പഴയ ട്രാക്കിലോട്ട് വന്ന് നമുക്ക് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ കുറച്ച് അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈം ബീങ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ റോണോ കുട്ടനൊന്ന് നമുക്ക് കുറച്ച് ചേഞ്ച് നമ്മുടെ ഐക്കോണിക് ക്യാപ്പ് അവിടെ അതൊക്കെ ഒന്നിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റണം. ഈ കോസ്റ്റ്യൂമൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത. ഇതിൻ്റെ ഷർട്ട് നമുക്ക് ഏതെടുക്കാം? ഇൻ ദ സെൻസ് നമുക്ക് ഇന്നിപ്പോൾ ഒരു ഡള്ള് കളർ ഇടണോ, ഒത്തിരി ബ്രൈറ്റ് ആക്കണോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളിൽ ഒരു ലോഡ് കളക്ഷൻസ് ഒന്നും ഇല്ല. ഉള്ള കളക്ഷൻസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ്. നമുക്ക് ഈ കോസ്റ്റ്യൂംസിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേസ്. ഉള്ള കോസ്റ്റ്യൂംസ് മതി. നമുക്ക് ആ ഒരു ബൈബിൾ സാധനം ഇത് ചെയ്തിരുന്നു. ഇതിനെ പറ്റിയ ഡ്രസ്സ് വേറെ ഉണ്ടോ? ഇല്ല, നിക്കറൊക്കെ ഇട്ടിട്ട് ഇന്ന് നമുക്ക് ഈ ഒരു വേഷത്തിലോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതായിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ മൈ സെൻസ്. ഓക്കെ, ഏടാ മോനെ. അപ്പോൾ എന്തായാലും നമുക്കിനി കളിയിലോട്ട് മെല്ലെ പോവാം. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലാഷ് കോഡ് തന്നെ കളിക്കാം ഗൈസ്. എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ പറഞ്ഞ പോലെ പിന്നെ എന്തൊക്കെയാണ് നമുക്കറിയാം. കുറേ നാച്ചുറൽ കലാമിറ്റീസും കാര്യങ്ങളൊക്കെ വയനാടും കുറേ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയാനുള്ളത് ബി സേഫ്. എല്ലാവരും ബി സേഫായിട്ടിരിക്കുക. വീണ്ടും ഈ പറഞ്ഞ പോലെ ആ ഏരിയയിലോട്ടൊന്നും പോകരുത്. അത് അതോറിറ്റീസിനും ഒരു പ്രശ്നങ്ങളാണ്. അതൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അത് ഫണ്ട് എന്ന രീതിയിലും നമുക്ക് ദുരിതാശ്വാസ നിധിയിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ നിങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് മാക്സിമം ഉപകാരം ചെയ്യുക. പിന്നെ സേഫായിട്ടിരിക്കുക. അതാണ് കൂടുതലും പറയാനുള്ളൂ. ഈ നേരത്ത് നിങ്ങൾ നിങ്ങളുടേതായ ഓരോ പരിപാടികളൊന്നും ഒപ്പിച്ച് വെക്കരുത്. അതാണ് എനിക്ക് പ്രയോറിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് കളിയിലോട്ട് മെല്ലെ നമുക്ക് ശ്രദ്ധ നമുക്ക് തിരിക്കാം. അവിടെ എനിമീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവന്മാർ പൂട്ടാൻ പറ്റുമോ നമുക്ക് നോക്കട്ടെ. അവിടെ മോനെ കൊടുക്ക്. അതിനിടയ്ക്ക് ഇതും കഴിഞ്ഞ് ഒരു അടിപോലും കിട്ടുന്നില്ല. ഈ ലോങ് ഷോട്ട് ഇന്ന് അടിച്ചിട്ട് എത്തില്ല എന്നറിയാം. എന്നാലും പേരിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഗൈസ്. പക്ഷേ അവിടെ മോനെ നടക്കണം. ഇവിടെ നിന്നൊക്കെ അടി വരുന്നുണ്ട്. നമുക്കെല്ലാം വരണേ, പക്ഷെ നമ്മുടെ ടീംമേറ്റിന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവനടിച്ചിടാൻ പറ്റുമെന്ന് നോക്കട്ടോ. ഒരുത്തനേലും അടിച്ചിട്ട് തന്നെ ഒരു സന്തോഷം നമുക്കുണ്ട്. പക്ഷെ അവിടെ എനിമീസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുത്തനെ അടിച്ചിട്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവൻ്റെ കില്ല് തീരുമാനമാക്കിയിട്ടുണ്ട്. വേറെ എനിമീസൊക്കെ മേലേന്ന് വരുന്നു. മേലേന്ന് കുട്ടാൻ വരുന്നുണ്ടല്ലോ. കൊടുക്കും. അയ്യോ പടിമാറി. ഇവിടെ മോനെ എല്ലാത്തിനും വൈപ്പ് ഔട്ട് ചെയ്താ. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വല്ലാത്തൊരവസ്ഥയിൽ പോയി. സോറി ഗീസ്. മാക്സിമം അടിച്ചിടാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. നമുക്കിപ്പോൾ അതിൻ്റെ നമ്മളെന്തായാലും കൺസ്ട്രക്ഷനുള്ള തന്നിട്ടുണ്ട്. ഗണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വേറൊന്നും പെടുക്കാനൊന്നുമില്ലല്ലോ. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. നമുക്കിപ്പോൾ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ആകപ്പാട് ചെയ്തിട്ടുള്ളൂ അല്ലേ. ബാക്കി ടീംമേറ്റ്സൊക്കെ സെയിം കളിയാണ്. പോട്ടെ, നമ്മൾ പിള്ളേരൊക്കെ എന്തായാലും സെറ്റാണ്. നമുക്ക് എന്തായാലും നമ്മുടേതായ ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് ഓടാനുള്ള പരിപാടികൾ ഒപ്പിക്കാം. അതാണ് നടക്കുള്ളൂ. മാക്സിമം നമുക്ക് അടിച്ച് തൂക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. കളിക്കളം മൂടാണ്ട് പോകല്ലെങ്കിൽ അവിടെ എനിമീസൊക്കെ മേലെ കയറുന്നുണ്ട്. നമുക്ക് ഇവിടെ സൈഡോടെ ഞാൻ കയറിപ്പോയിട്ട് അവർ അടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നമുക്ക് അതിന് മുന്നേ അടി കിട്ടിക്കഴിഞ്ഞാൽ മൂഞ്ചി. അടിക്കോ എനിമീസ് ഉണ്ട്. അപ്പം അവനടിച്ചിട്ടുണ്ട്. ഇപ്പം മേലയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവനടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ദിവസം തീരുമാനമായി. ഇനി ആരുള്ളത് എവിടെയും കാണുന്നില്ല. സൈഡിൽ എന്തെങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് ഫീലായി. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ മേലെ ആരും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ എനിമീസിൻ്റെ സ്പോർട്സ് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ആ ചെക്കൻ്റെ അടുത്ത് കാണാമല്ലോ. ഇവിടെ മോനെ നീ എവിടെ? നിന്നെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നളിയാ സോൺ ഇവിടെ നോടിക്കോ. രണ്ടുപേരും കൂടി ഉണ്ട്. ഇതാരാട്ടോ കൊല്ലടാ ഇവനെ കൊണ്ട്. ചേടാ ഞാനും ചത്ത് അവനും ചത്ത്. ഇനിയിപ്പോൾ ഇവനാണ് ഈ കളി മൊത്തം കൊണ്ട്. എടാ മോനെ ഇവനെടുക്കുകയെന്നറിഞ്ഞു. ഒന്നേ ഒരു സ്കോർ കഴിഞ്ഞു. ചത്ത് ഇവനും ചത്ത് കാര്യമില്ല. അന്ന് ഞാൻ ലൈഫ് വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. കളി ജയിക്കാൻ പറ്റിയാനെ. ചേടാ ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. ഈ ചെയ്ത്ത് നീ എൻ്റെ അടുത്ത് കാണിക്കേണ്ടായിരുന്നു. ചേടാ ഇറ്റ്സ് ഓക്കെ. നമുക്ക് എന്തായാലും കളിയുടെ ഭാഗമല്ല. നമുക്ക് എന്തായാലും വീണ്ടും പറഞ്ഞ പോലെ നോക്കാം.
കിട്ടും, നമ്മുടെ കയ്യിൽ കിട്ടാണ്ട് അവിടെ പോവാൻ മക്കളെ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ MP40 തന്നെ നമ്മുടെ കണ്ണ് വീണ്ടും തടഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഹെൽമെറ്റൊക്കെ ഒന്ന് എടുത്ത് വെസ്റ്റൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പം എന്തെങ്കിലുമൊക്കെ എല്ലാം ഉണ്ട്. നമ്മൾ സെറ്റ് ഉണ്ട് കണ്ട നമ്മുടെ ബേബി ഡോൾ, മോനെ ബേബി ഡോൾ. അപ്പോൾ എന്തായാലും നമുക്ക് കളി വീണ്ടും സ്റ്റാർട്ടായിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഓടിപ്പോയിട്ട് നമ്മുടെ എനിമീസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മേലെ കയറും, ഉറപ്പാണ്. എല്ലാ നായ്ക്കളും മേലെ കയറും. ഇല്ല പറഞ്ഞു ആയിട്ടില്ല അപ്പട്ടി. ഓ അവൻ ചോമ്പിട്ട് വെച്ചിരുന്നു, നല്ല പറഞ്ഞു. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, അങ്ങനെ കൊല്ലാം. അവൻ്റെ ലൈഫ് എന്തായാലും നമ്മൾ കുറച്ചുണ്ട്. അപ്പോൾ അവൻ്റെ കില്ല് നമുക്ക് ഇത്രയും പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കില്ല് എന്തായാലും നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. അവിടെ നല്ലടി അവിടെ നിന്ന് വരുന്നുണ്ട്, സൂക്ഷിച്ചോ. മേലേന്ന് അവനാണ്. ഓ മേലെ ഉണ്ണിക്കുട്ടന്മാരുണ്ട്. സൈഡിൽ നിന്ന് അത് വന്നിട്ട് നമ്മൾ അടിച്ചിട്ട് കേസ് നമ്മൾ ഈ കളി പൊട്ടാൻ സാധ്യതയുണ്ട് കേസ്, നല്ല രീതിയിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് എവിടെയും വെച്ച് എൻ്റെ പൊന്നളിയാ നിങ്ങൾക്ക് എന്താ കാട്ടണേ? ഞാനോ കാട്ടി, നിങ്ങളെ ഇത് മറ്റത് പറഞ്ഞ പോലെ നമ്മുടെ ടീമിൽ ഞാനോ പൊട്ടൻ, എൻ്റെ കൂടെ ഉള്ളവന്മാരും ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? വല്ലാത്തൊരവസ്ഥയിലെ ഗുഡ് ഗൈസ്. ഒരു അന്തരം നയിക്കുന്ന പോലെ ഇതാവട്ടെ, നമുക്കിപ്പോൾ ഒന്നും പറഞ്ഞു തരില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫേറ്റ്. നമുക്ക് കാത്തിരുന്ന് കാണാം, ജയിക്കാൻ പറ്റില്ല. ഇനി ഒരു കളിയും കൂടി നമ്മൾ തോറ്റ് കളി കഴിഞ്ഞു. എൻ്റെ പൊന്നളിയാ, ആഫ്റ്റർ ലോങ് ടൈം ഒന്ന് കളിച്ചതാ, ആ ടച്ചും പോയി. ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരവസ്ഥയിലായിട്ട് മോനെ ഇതെന്തിട്ട് കാട്ടണേ? ഇവിടെ മോനെ ഭയങ്കര രക്ഷിക്കലാണല്ലോ, ഇങ്ങനെ രക്ഷിക്കാൻ പറ്റും? എൻ്റെ പൊന്നളിയാ, ടീംമേറ്റ്സിനോടുള്ള സ്നേഹം എനിക്കാദ്യം മനസ്സിലായില്ല കേട്ടോ. ഇത്രയും എനിമീസിൻ്റെ ഇടയിൽ നിന്നിട്ട് നീ എന്നെ രക്ഷിക്കായിരുന്നു. ഒന്നെങ്കിൽ മറ്റേ ക്രോണോ ഇട്ടിട്ടെങ്കിലും രക്ഷിക്കാനുള്ളതാണെങ്കിൽ ഓക്കെ. ഇവിടെ മോനെ നീ കില്ലാടി തന്നെ. ആടാ മോനെ വേറൊരുത്തം വെടിയിക്കുന്നു. ഞാൻ എൻ്റെ പൊന്നളിയാ പോയി, കയ്യിൽ നിന്ന് പോയി. ടോപ്പ് സ്കോററേ ഞാൻ. അവസ്ഥ നോക്കണേ, 4 കില്ല് അസിസ്റ്റ്. നന്നായി എന്തായാലും ഈ കളി ഞാൻ ഇവിടെ നിർത്താം കേട്ടോ. ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ അടുത്ത കളി കാണുന്നവരെ ബൈ ദ ബൈ പ്ലീസ് ദെൻ കീപ് സപ്പോർട്ടിങ്. ഇതൊക്കെ നമ്മൾ തോറ്റെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബി എ ഫാമിലി. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ദ ബൈ. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കൂടി ഉണ്ട്, ഗെയിം സ്റ്റേഷൻ, GVQ ഗെയിം സ്റ്റേഷൻ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അതിലും കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ദ ബൈ.